പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മണർകാട് റോഡിലുള്ള പെട്രോൾ പമ്പിന് സമീപമാണ്. ഇപ്പോൾ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് എൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ബൈക്ക് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. അതിലൊരാളെ കിട്ടിയുള്ളൂ. ബാക്കി 3 പേരാണ് വന്നത്. അതിലൊരാളെ കിട്ടിയുള്ളൂ. ബാക്കി 2 പേര് ഓടി രക്ഷപ്പെട്ടു. അപ്പം ഇതുവരെ കാപ്പ കേസ് പ്രതികളാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പം അവരിവിടെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് അവരിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് പോലീസിന് എന്തോ വിവരം കിട്ടിയിട്ടാണ് അവരിവിടെ വന്നത്. അവർ ഈ വണ്ടി വിലങ്ങി കയറി പിടിച്ചതാണ്. അപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇതിൻ്റെ ഇടവഴി വന്നതാണ്. അങ്ങനെയാണ് പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടത്. പുതുപ്പള്ളി മണർകാട് റോഡിലെ പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ വെച്ച് ബൈക്കിനിട്ട് പോലീസ് ജീപ്പ് പിടിച്ചെന്നുള്ള വാർത്ത കേട്ടോണ്ടാണ് ഞാൻ ഓടി അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേനാണ് കഥ മാറിപ്പോയെന്നറിയുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് ഇറങ്ങിയ ഒരു ടിപ്പറുകാരൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം പറഞ്ഞു പോലീസുകാരുടെ കുഴപ്പമാണ്, പോലീസുകാരങ്ങനെ വന്നുകൊണ്ടാണ് ബൈക്ക് തട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ ലോറി ഡ്രൈവറും ശരിക്കും പറഞ്ഞാൽ മൂക്കത്ത് കൈവച്ചു പോയി. കാരണം ഈ ബൈക്കിൽ വന്നവർ 3 പേരാണ്. അവർ കാപ്പ കേസ് പ്രതികളാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഇങ്ങോട്ട് പുതുപ്പള്ളിയിലോ അതുപോലെ കോട്ടയം ജില്ലയിലോ കയറാൻ പറ്റുകയില്ലാത്തതാണ്. അപ്പോൾ ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസ് വന്നപ്പോൾ ഇവർ പമ്പിൽ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അവരെ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ജീപ്പ് കയറി വിലങ്ങിയതാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ അവർ ഇതിൻ്റെ ഇടവഴി രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പോൾ അവരുടെ ചെരുപ്പൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതിലൊരാളെ പിടികിട്ടുള്ളൂ. ബാക്കി 2 പേര് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലീസിനെതിരായിട്ടുമൊക്കെ ഓരോ വാർത്തകൾ കാണുമ്പോഴത്തേന് അത് ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അവരെ കുറ്റപ്പെടുത്താവുള്ളൂ. അപ്പോൾ ഈ 2 പേര് പറഞ്ഞ വാർത്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവരും അറിയുന്നില്ല. കഴിഞ്ഞ ദിവസവും പുതുപ്പള്ളി പരിസരത്ത് ഇതുപോലെയുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിക്കുകയും അതുപോലെ വില കൂടിയ ബൈക്കുകൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെയൊക്കെ ബൈക്കൊക്കെയാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെല്ലാം പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എനിക്ക് പുതുപ്പള്ളി MLA-യോടും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനോടും ഒരു അഭ്യർത്ഥനയുണ്ട്. അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. പുതുപ്പള്ളിയിൽ അത്യാവശ്യമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോലീസിൻ്റെ കൺട്രോൾ റൂം അത്യാവശ്യമാണ്. കാരണം മിക്ക കേസും ഉണ്ടാകുന്ന സമയത്ത് കുറേ സമയങ്ങളെടുക്കും വണ്ടി ഓടി വരാൻ വേണ്ടി. അതുപോലെ പുതുപ്പള്ളിയിലെ കുറ്റകൃത്യങ്ങൾ ഇപ്പം ദിനം പ്രതി ഓരോ ദിവസങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് കഴിഞ്ഞ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പോലീസിനെ വിളിച്ചാൽ കിട്ടത്തില്ല. പിന്നെ മണിക്കൂറുകൾ വരുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള എമർജൻസി ഘട്ടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയം തന്നെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള കാര്യത്തിനെല്ലാം അനാവശ്യമായിട്ട് ഒരുപാട് പണം കളയാനൊക്കെ ഉണ്ട്. ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇതുവരെ മറ്റുള്ള സമീപ പ്രദേശങ്ങളിലെല്ലാം തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. ഇപ്പം പുതുപ്പള്ളിലൊക്കെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് പോലീസിനെ വിളിച്ചാലോ ബന്ധപ്പെടാനോ ആൾക്കാർ പരക്കം പായുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് പുതുപ്പള്ളി MLA വിചാരിച്ചാൽ മാത്രമേ പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ.